വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സീനി വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കർക്കിടക കഞ്ഞിയുടെ ഒരു ഉഗ്രൻ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല, ഇത് ഒരു വെറൈറ്റി കഞ്ഞിയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ അത് എങ്ങനെയാണ് എന്നറിയാൻ വീഡിയോ ഒന്ന് മുഴുവനായിട്ടും കണ്ടു നോക്കാം അല്ലേ. അപ്പോൾ ഞാനൊരു 1/4 ഗ്ലാസ് അളവിൽ നുറുക്ക് ഗോതമ്പ്, നവര അരി, പിന്നെ 2 സ്പൂൺ ഉലുവ, അതിൻ്റെ കൂടെ ഒരു 1/4 സ്പൂൺ ചെറിയ ജീരകം, 3 സ്പൂൺ അളവിൽ ചെറുപയർ, ഇത്രയൊന്ന് നന്നായിട്ട് വൃത്തിയായി കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊരു 4-5 തവണ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഒന്ന് അരിച്ച് കല്ലോ മണ്ണോ പൊടിയോ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് അരിച്ച് നമുക്കൊരു മൺകലത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് വിറകടുപ്പിലാണ് കേട്ടോ വെക്കുന്നത്. ഇത് ഇന്നത്തേക്കുള്ളതല്ല, നാളെ രാവിലത്തേക്ക് ഉള്ളതാണ്. അപ്പോൾ ചോറൊക്കെ വെന്ത അടുപ്പിൽ ഇപ്പോൾ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് അങ്ങോട്ട് അടുപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് സാവധാനം ഇരുന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് അരിച്ചെടുത്ത് വിറകടുപ്പിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ. എപ്പോഴും മൺകലത്തിൽ വെക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ ഇതാ ഈ രീതിയിൽ നിങ്ങൾ ആരെങ്കിലും കല്ല് അരിച്ചെടുക്കാറുണ്ടോ? ഞാനിങ്ങനെയാണ് കേട്ടോ കല്ല് വേർതിരിച്ചെടുക്കാറ്. പക്ഷേ ഇത് അരിച്ചെടുത്തപ്പോൾ ഇതിലൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും നമ്മളൊന്ന് അരിച്ച് എന്ത് സാധനമാണെങ്കിലും, ഞാൻ ചെറുപയറാണെങ്കിലും പരിപ്പാണെങ്കിലും ഒക്കെ ഒന്നിങ്ങനെ അരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അരിയാണെങ്കിലും ഒക്കെ ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കാറ്. വല്ല കല്ലോ മുള്ളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ പിടുകയും ചെയ്തോളും. അപ്പോൾ ഞാനിത് അടുപ്പത്ത് വെക്കുന്ന സമയത്ത് തൊട്ടടുത്ത വീട്ടിലെ അമ്മ ഒരു ഗ്ലാസ് കർക്കിടക കഞ്ഞി കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് കർക്കിടക കഞ്ഞിയിലിടാൻ വേണ്ടിയിട്ട് കുറുന്തോട്ടി വേര് പറിക്കാൻ ഇറങ്ങിയതാണ്. അപ്പം അങ്ങനത്തെ കുറച്ച് കുറുന്തോട്ടി വേരാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇടാറ്, കൂടുതലെന്നല്ല അങ്ങനെ ഇടാറ്. അപ്പം അതൊന്ന് പറിക്കാനുള്ള വീഡിയോ ആണ് ഇന്ന്. അപ്പം ഇതെല്ലാവരും കാണണം കേട്ടോ, കണ്ടാലാണ് ഞങ്ങൾക്ക് വ്യൂസൊക്കെ കിട്ടുള്ളൂ. ചിലവരുണ്ടാവും നല്ല വ്യൂസൊക്കെ ആയി സബ്സ്ക്രൈബ് കൂടുതൽ എന്നൊക്കെ ആയിട്ട് കുറേ ഉണ്ടാവും. അതേപോലെ അല്ല, ഞങ്ങൾക്ക് കുറച്ചൊക്കെയാണ് ഉള്ളൂ. അപ്പം ഇതെന്തായാലും സബ്സ്ക്രൈബ്, ലൈക്ക്, അതിന് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണം ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം എൻ്റെ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇതാണ് എൻ്റെ വീട്. ഇതെന്നറിയാമല്ലോ. പിന്നെ അങ്ങോട്ടൊക്കെ കാടാണല്ലേ. അപ്പം ഞങ്ങൾ ഇതിലത്തെ കണ്ടില്ലേ, ഈ സൈഡിൽ കണ്ടില്ലേ, സൈഡ് കണ്ടില്ലേ നിങ്ങൾ, ഇവിടെ കണ്ടോ, ഇവിടെ പോയി കണ്ടോ, ഇങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളിലാണ് ഞങ്ങൾ നോക്കുന്നത്. അപ്പം അത് കാണാം കേട്ടോ. ഇവിടെ നിന്നാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പറിക്കാൻ നോക്കുന്നത്. അവിടെ ഇങ്ങനെ കുറേ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇനി ആവശ്യമായിട്ടുള്ളത്, കഞ്ഞി അവിടെ അടുപ്പിലിരുന്ന് വേവട്ടെ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിനി ആവശ്യമായിട്ടുള്ളത് പിന്നെ കുറുന്തോട്ടിയുടെ വേര്, ഒരു ചെറിയ കുറുന്തോട്ടിയാണ് കേട്ടോ, ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ. വലിയ കുറുന്തോട്ടിയല്ല, അല്ലാത്തൊരു രണ്ട് തരം കുറുന്തോട്ടിയാണുള്ളത്. ഒന്ന് നമ്മൾ ചൂലൊക്കെ കെട്ടാൻ ഉപയോഗിക്കുന്ന വലിയ കുറുന്തോട്ടി, അതുകൂടാതെ അതാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ വലിയ തൈമരായിട്ട് നിൽക്കുന്നത്. അതല്ല, ചെറിയ വട്ടയിലയായിട്ടുള്ള ഒരു കുറുന്തോട്ടിയുണ്ട്. അപ്പോൾ അതിൻ്റെ വേരും, അതാണ് മരുന്ന് കുറുന്തോട്ടി, അതിൻ്റെ വേരും തൊട്ടാവാടിയുടെ വേരും കൂടെയാണ് കേട്ടോ ഇന്ന് കഞ്ഞിയിലിട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ മുക്കുറ്റി ചേർത്ത് കൊടുക്കുക. പക്ഷേ എനിക്ക് മുക്കുറ്റിയൊന്നും കിട്ടിയില്ല. പിന്നെ പുത്തരിച്ചുണ്ടൻ ചേർത്ത് കൊടുക്കുക കേട്ടോ. പുത്തരിച്ചുണ്ടയുടെ വേര്, കുഞ്ഞിച്ചുണ്ടയില്ലേ, അതിൻ്റെ വേരും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് രണ്ടും എനിക്ക് കിട്ടിയില്ല. എനിക്ക് കിട്ടിയത് കുറുന്തോട്ടിയുടെ വേരും, അതുപോലെ തന്നെ ഇങ്ങനെയാണ് കേട്ടോ കുറുന്തോട്ടിയുടെ വേരെടുക്കേണ്ടത്. വേര് മാത്രമേ എടുക്കാവൂ, തണ്ടൊന്നും വേണ്ട. പിന്നെ തൊട്ടാവാടിയുടെ വേരും കുറച്ച് മതി കേട്ടോ. ഞങ്ങൾക്ക് 2 പേർക്കുള്ള കഞ്ഞിയാണ്, അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് കുറച്ച് മാത്രം മതിയാവും. അപ്പോൾ അതൊന്ന് റോഡ് സൈഡിൽ നിന്ന് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓണറുടെ അച്ഛനോട് വർത്തമാനം പറയുന്ന ആ സമയത്താണ് മോള് വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ അവളെടുത്ത വീഡിയോ ആണ് ആദ്യം കണ്ടത്. അപ്പോൾ മോള് പറഞ്ഞ പോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞങ്ങൾ മരുന്നൊന്നും അടിക്കാത്ത സ്ഥലത്തുനിന്ന് വേണം കേട്ടോ ഈ മരുന്ന് ശേഖരിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ വിഷം, കീടനാശിനിയൊക്കെ അടിക്കുന്ന ആ ഒരു ഭാഗങ്ങളാണെങ്കിൽ നമ്മൾ അവിടെ നിന്നൊന്നും ഇങ്ങനെയുള്ള മരുന്നുകളൊന്നും ശേഖരിക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് ശേഖരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്.
അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻ്റായിട്ടൊന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വേരൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ആ മണ്ണും ചെളിയും ഒക്കെ ഒന്ന് നന്നായി കളഞ്ഞ് ഒന്ന് കഴുകിയെടുത്തിട്ട് തൊട്ടാവാടിയുടെ വേര് നമുക്ക് അങ്ങനെ തന്നെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ കുറുന്തോട്ടി വേര് ഒരല്പം ബലമുള്ളതായതുകൊണ്ട് നമുക്കതൊന്ന് അതിൻ്റെ ആ തൊലി മാത്രം ഒന്ന് ചീകിയെടുക്കാം. ആ തൊലി മാത്രം ഇങ്ങനെ കഴുകിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ തൊലി മാത്രം ഒന്നിങ്ങനെ പറിച്ചെടുക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇത് നമ്മൾ വേവിക്കാൻ വെച്ചാൽ കഞ്ഞിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതാ ഞാനിങ്ങനെയാണ് ചീവി എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ആ ഒരു സൈഡിൽ നിന്ന് പറിക്കുമ്പോൾ ആ തൊലി മാത്രമായിട്ട് പോരും കേട്ടോ. അപ്പോൾ ആ തണ്ട് കുറച്ച് ഹാർഡാണ്, തണ്ടും ഇടാം. നമ്മൾ കഞ്ഞിയൊക്കെ കുടിക്കുന്ന സമയത്ത് എടുത്ത് മാറ്റിയാലും മതി. അല്ലെങ്കിൽ ഇതേപോലെ ആ തൊലി മാത്രം ഒന്ന് പറിച്ചെടുത്തിട്ട് ഒന്ന് നുറുക്കി കഞ്ഞിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കഞ്ഞി തിളച്ച് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി. പിന്നെ എല്ലാം കൂടെ ഒരുമിച്ച് വെന്ത് കിട്ടുകയും ചെയ്യും. വിറകടുപ്പിലായതുകൊണ്ട് നമുക്ക് സാവധാനം വേവ് നോക്കിയെടുക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് ഞാൻ കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ സമയത്തൊന്നും ഉപ്പിട്ട് കൊടുക്കുന്നില്ല, നാളത്തേക്കുള്ളതല്ലേ. അപ്പം നമ്മൾ ഇന്ന് വേവിച്ച് വെക്കുന്നേ ഉള്ളൂ. ചീത്തയൊന്നും ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഉപ്പ് ചേർക്കുന്നില്ല. ഇതാ നമ്മുടെ കഞ്ഞിയുടെ സാധനങ്ങളൊക്കെ അടുപ്പത്തു നിന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ മരുന്നും കൂടെ അതിൽ കിടന്നൊന്ന് നന്നായി വെന്ത് കിട്ടട്ടെ. ഇതാ നമ്മുടെ കഞ്ഞിയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്, എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെറുപയറിൻ്റെ വേവ്, ആ ഒരു വേവിനനുസരിച്ച് എല്ലാ സാധനങ്ങളും വെന്ത് കിട്ടും. അപ്പോൾ അതായത് ഇതൊക്കെ ഒന്ന് വേവിച്ച് ഞാൻ വേറൊരു പാത്രത്തിലേക്ക്, അടുപ്പിൽ നിന്നും ആ ചട്ടിയിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കുകയാണേ. അപ്പോൾ ഈ രീതിയിൽ ഇതുവരെ കർക്കിടകക്കഞ്ഞി ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കൂ കേട്ടോ. നമ്മുടെ ആരോഗ്യത്തിനൊക്കെ ഏറ്റവും നല്ലതാണ്. പിന്നെ കർക്കിടകം കൂടെയല്ലേ, നമ്മൾ എന്ത് കഴിച്ചാലും നമ്മുടെ ശരീരത്തിൽ ആ മരുന്നിൻ്റെ അംശങ്ങളൊക്കെ എത്തുന്ന ഒരു സമയമാണ്. ഇനി ഇപ്പോൾ ഇന്നലെ അത് ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെയാണ് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ തേങ്ങയാണ് ചിരവിടുന്നത്. ഈ സമയത്ത് തേങ്ങാപ്പാൽ എടുത്തിട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പം ഞാൻ തേങ്ങ ചിരവി ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ സമയത്ത് നമ്മൾ തേങ്ങയും അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ശർക്കര വേണ്ടവർക്ക് ശർക്കര ഉരുക്കി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ശർക്കര ചേർത്ത് കൊടുക്കുന്നില്ല, കഞ്ഞി രൂപത്തിലാണ് കേട്ടോ ഞങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ ഇത് കുട്ടികൾക്കാണെങ്കിൽ ഒരു 1.5-2 സ്പൂൺ വരെയൊക്കെ കുട്ടികൾക്കും കൊടുക്കാം. അതിൽ കൂടുതൽ കുട്ടികൾക്ക് കൊടുക്കരുത് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് കൊടുക്കുമ്പം ആഴ്ചയിൽ ഒരു 2 തവണയൊക്കെ മാത്രം കൊടുക്കാൻ ശ്രദ്ധിക്കുക. 2 സ്പൂണിൽ കൂടാനും പാടില്ല. ആഴ്ചയിൽ 2 തവണ എന്നുള്ള ആ ഒരു എണ്ണവും കൂടാൻ പാടില്ല കേട്ടോ. അപ്പം ഞാനതൊന്ന് ചെറുതായി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. തേങ്ങയും ഉപ്പും ചേർത്ത് ഗ്യാസ് അടുപ്പിൽ വെച്ച് ചെറുതായി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പകുതി എടുത്തിട്ടുണ്ട്. ഹസ്ബൻഡ് വരുമ്പോഴേക്കും മൂപ്പര് നൈറ്റ് വണ്ടി ഓടി വരികയാണ് ചെയ്യുക. അപ്പോൾ മൂപ്പര് വരുമ്പോൾ മൂപ്പർക്കുള്ളത് ചൂടാക്കി കൊടുക്കുക കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം കേട്ടോ. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.